അടുത്ത നമ്മൾ മാനുഫാക്ചറിങ് വൗച്ചേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ സ്ഥാപനം മാനുഫാക്ചറിങ് ഓഫ് എ പെർട്ടിക്കുലർ ഐറ്റം, മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ അസംബ്ലിങ്ങോ, അതായത് ഒരു പെർട്ടിക്കുലർ ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ അസംബിൾ ചെയ്യുകയോ ചെയ്യുന്നൊരു സ്ഥാപനമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മാനുഫാക്ചറിങ് വൗച്ചർ നമുക്ക് എന്ത് ചെയ്യണം, ടാലിയിൽ ഉപയോഗപ്പെടുത്തണം. പക്ഷേ ടാലിയിൽ മാനുഫാക്ചറിങ് വൗച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൗച്ചർ ഇല്ല. നമുക്ക് അത്തരത്തിലുള്ളൊരു വൗച്ചർ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കുറേ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് ആദ്യം എന്ത് ചെയ്യണം, സ്ഥാപനത്തിലേക്ക് എന്ത് ചെയ്യണം, വാങ്ങിക്കണം അല്ലേ. വാങ്ങുന്ന ഒരു പർട്ടിക്കുലർ ഗോഡൗണിലേക്ക് ആയിരിക്കും. ദെൻ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടി മാനുഫാക്ചറിങ് ഗോഡൗണിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ചുകൊണ്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റും. ഇനി അസംബ്ലിംഗ് ആണെന്നുണ്ടെങ്കിലും, അസംബ്ലിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ കേസാണ് ഇപ്പോൾ നമ്മളിവിടെ എക്സാമ്പിളായിട്ട് പറയാൻ പോകുന്നത്. ഒരു കമ്പ്യൂട്ടർ ആണ് ഇവിടുത്തെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ കീബോർഡ്, മൗസ്, മോണിറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടുത്തെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, അങ്ങനെ ഡിസ്പ്ലേയുടെ ഡേ ബുക്കിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യമായുള്ള സാധനങ്ങളെല്ലാം. അൾട്രാ ഇലക്ട്രോണിക്സിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് നടത്തിയിട്ടുണ്ട്. 1 TB SSD, അതായത് ഹാർഡ് ഡിസ്ക് എത്ര വാങ്ങിയിട്ട് 20 എണ്ണം. അപ്പോൾ നോക്കൂ, ഇവിടെ ഞാൻ കൺട്രോൾ എൻ്റർ അടിച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഈ രീതിയിൽ സ്റ്റോക്ക് ഐറ്റംസുകളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിൽ ഓരോന്നിൻ്റെയും പർച്ചേസ് റേറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, യൂണിറ്റ് റേറ്റ്. കാരണം ഇത് നമ്മൾ സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അല്ലേ, നമുക്ക് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഗോഡൗൺസ് എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് F11 ആക്കി വെച്ചുകൊണ്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നത് മെയിൻ ലൊക്കേഷനിലേക്കാണ്. ഓക്കെ, ഇവിടെ 2 ഗോഡൗൺസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. വാങ്ങിയാൽ സൂക്ഷിക്കുന്ന സ്ഥലം മെയിൻ ലൊക്കേഷനായിട്ട് ഡിഫാൾട്ട് ആയിട്ടുള്ളൊരു ഗോഡൗൺ ആണ് ടാലിയിൽ മെയിൻ ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ മെയിൻ ലൊക്കേഷൻ ഇവിടെ എന്ത് ചെയ്യണം, അസംബിൾ ചെയ്യാൻ വേണ്ടി അസംബിൾ ചെയ്യുന്ന റൂമിലേക്ക് അല്ലെങ്കിൽ അസംബ്ലിങ് ഗോഡൗൺ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കും, അങ്ങോട്ടേക്ക് മാറ്റണം. ആദ്യം ഈ സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്തായിട്ട് കാണിച്ച് നോക്കൂ. 4GB DDR RAM, അതുപോലെ തന്നെ SMPS പ്രോസസ്സർ. ഇതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ചിലത് 20 എണ്ണം വാങ്ങിയിട്ട് 10 എണ്ണം വാങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവയെ, അതായത് ഒരു കമ്പ്യൂട്ടർ ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫിനിഷ് ഗുഡ്സ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോ ഐറ്റംസും എത്ര എണ്ണം വീതം വേണ്ടി വരും ഒരു കമ്പ്യൂട്ടറിൽ നോക്കുക. ഹാർഡ് ഡിസ്ക്, അതായത് ഇവിടെ SSD ആണ്, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് അല്ലേ, ഹാർഡ് ഡിസ്ക്. ഇവിടെ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എല്ലാം, അതായത് കമ്പണൻസുകളെല്ലാം നമ്മൾ വാങ്ങി മെയിൻ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അസംബിൾ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നതിന് ഒരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണ് പുതിയൊരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അടുത്തതായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പുതിയൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻവെൻട്രി ഇൻഫോയിൽ ഉണ്ടായിരിക്കും വൗച്ചർ ടൈപ്സ്. അപ്പോൾ എങ്ങനെയാണ് പുതിയൊരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാത്ത് ക്രിയേറ്റീവ് ഓഫ് ടാലി ഇൻവെൻട്രി ഇൻഫോയിൽ വൗച്ചർ ടൈപ്പ് പോകുന്നു, അതിൽ ക്രിയേറ്റ്. അതിൽ ആൾട്ടർ ഒന്ന് പോയി നോക്കൂ. ആൾട്ടറിൽ പോയി നോക്കിയാൽ ഉള്ള വൗച്ചേഴ്സ് കംപ്ലീറ്റ് കണ്ടോ അവിടെ ഉണ്ടായിരിക്കും. ഓൾറെഡി ഇല്ല പർച്ചേസ് വൗച്ചർ, റെസിപ്റ്റ്, പേയ്മെൻറ്റ് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പുതിയൊരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട. അപ്പോൾ ക്രിയേറ്റ് എന്ന് കൊടുക്കുന്നു. നമുക്ക് നോക്കാം മാനുഫാക്ചറിങ് വൗച്ചർ അല്ലേ, ടൈപ്പ് ഓഫ് വൗച്ചർ. അതായത് മാനുഫാക്ചറിങ് വൗച്ചറിൻ്റെ ടൈപ്പ് ഏത് തരത്തിൽപ്പെട്ട വൗച്ചറാണ്, അത് പലതരത്തിലുള്ള എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് ടൈപ്പിൽപ്പെട്ട വൗച്ചറാണ്, അത് സ്റ്റോക്ക് ചാനൽ വൗച്ചർ. അപ്പോൾ എസ് അടിച്ചുകൊണ്ട് ഇവിടെ സ്റ്റോക്ക് ചാനൽ. എന്തിനാണ് സ്റ്റോക്ക് ചാനൽ വൗച്ചർ ഉപയോഗിക്കുക, മൾട്ടിപ്പിൾ ഇന്റർ ഗോഡൗൺ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അല്ലേ, ഒരു ഗോഡൗൺ മറ്റൊരു ഗോഡൗണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് ചാനൽ. ഈ സ്റ്റോക്ക് ചാനൽ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് മാനുഫാക്ചറിങ്ങിൽ. കാരണം ഇപ്പോൾ വാങ്ങിയ സാധനങ്ങളെല്ലാം മെയിൻ ലൊക്കേഷനിലാണുള്ളത്, അതിനി അസംബ്ലിങ് ഗോഡൗണിലേക്ക് മാറ്റേണ്ടതുണ്ട് അസംബിൾ ചെയ്യുന്നതിന് മുന്നേ. ഇപ്പോൾ ഇവിടെ നമ്മൾ മാനുഫാക്ചറിങ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ടൈപ്പ് ഓഫ് വൗച്ചർ എന്ത് കൊടുക്കുക, സ്റ്റോക്ക്. അതിൻ്റെ അബ്രീവിയേറ്റ് ഫോർമാറ്റ് സ്റ്റോക്ക് ചെയ്യാൻ വരും, ഒക്കെ എൻ്റർ അടിക്കുക. മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിങ് ഓട്ടോമാറ്റിക്, കോൺഫിഗറേഷൻ ഒന്നുമില്ല. ദെൻ യൂസ് കോമൺ നരേഷൻ യെസ്. ഇവിടെ ഈ ലാസ്റ്റ് കണ്ട യൂസ് ആസ് മാനുഫാക്ചറിങ് ചാനൽ, കാരണം ഇതിൽ ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് എന്താണ് മാനുഫാക്ചറിങ് വൗച്ചർ ഏത് ടൈപ്പിൽ പെട്ടതാണെന്ന് ചോദിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് വൗച്ചർ.
സ്റ്റോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഇതിൽ മാനുഫാക്ചറിങ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടിയിൽ എന്തുണ്ട്, യൂസ് ആസ് മാനുഫാക്ചറിങ് ചെയ്യാനുള്ളത് നിർബന്ധമായിട്ടും യെസ് ആയിരിക്കും. ഓക്കെ, മാനുഫാക്ചറിങ് വൗച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നു, നേരിട്ട് സ്റ്റോക്ക് ഐറ്റംസുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകണം. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് BOM ക്രിയേറ്റ് ചെയ്യാം. എന്താണ് BOM? ബിൽ ഓഫ് മെറ്റീരിയൽ. BOM എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് മെറ്റീരിയൽ. ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കമ്പണി. BOM എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ഓർ കമ്പണൻസ് വിച്ച് ആർ റിക്വയർഡ് ടു മാനുഫാക്ചർ ഓർ അസംബ്ലിങ് എ ഫിനിഷ്ഡ് ഗുഡ്സ്. ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസുകളുടെ അളവുകൾ അല്ലെങ്കിൽ കമ്പണൻസുകൾ. റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കമ്പണൻസ്, അവയുടെ ക്വാണ്ടിറ്റി എത്ര എണ്ണം വേണം ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ. അതാണ് അതിൻ്റെ ഒരു ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ BOM എന്ന് പറയുന്നത്, ബിൽ ഓഫ് മെറ്റീരിയൽ. അതായത് ഒരു കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മോണിറ്റർ മതി അല്ലേ, ഒരു മൗസ്, ഒരു കീബോർഡ്, അങ്ങനെ. പക്ഷെ അതിനകത്തുള്ള ചിലപ്പോൾ റാം ചിലപ്പോൾ 2 വേണ്ടി വരാം. ചിലപ്പോൾ ഹാർഡ് ഡിസ്കുകൾ, CD DVD ഡ്രൈവുകൾ കണക്ട് ചെയ്യേണ്ട കേബിൾ അല്ലെ, സെറ്റാ കേബിൾ 2 വേണ്ടി വരും, നിർബന്ധമായിട്ടും വേണ്ടി വരും, 2 വേണ്ടി വരും. കാരണം ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ ഒരു സെറ്റാ കേബിൾ വേണം, അതുപോലെ തന്നെ CD DVD ഡ്രൈവ് വേണം. അപ്പോൾ അത് 2 വീതം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 2 സെറ്റാ കേബിൾ വേണം. 2 എന്നുള്ളത് ആ ബിൽ ഓഫ് മെറ്റീരിയൽ പെട്ടതാണ്. റാം 1 മതിയെങ്കിൽ 1 മതി, ദെൻ മോണിറ്റർ, ദെൻ മദർ ബോർഡ്, പ്രോസസ്സർ, ഓക്കെ, അങ്ങനെ 1 മതി. അപ്പോൾ നമ്മൾ ആ BOM ക്രിയേറ്റ് ചെയ്യണം. BOM ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫീച്ചേഴ്സിൽ എന്ത് ചെയ്യണം, ഇവിടെ ഇൻവെൻട്രി ഇൻഫോയിൽ നമ്മൾ ആൾറെഡി ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്, ഇന്ത്യൻ മൾട്ടിപ്പിൾ ഗോഡൗൺസ് കാര്യങ്ങളെല്ലാം. നമ്മൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന എവിടെയാണ്, ഞാനിവിടെ മൾട്ടിപ്പിൾ ഗോഡൗൺസ് ആക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഗോഡൗൺസ് എല്ലാം ഓട്ടോമാറ്റിക് വന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇനി BOM ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻവെൻട്രി ഇൻഫോയിൽ പോകുന്നു, സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നു, ഇവിടെ ക്രിയേറ്റ്. അപ്പോൾ നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്ക് എന്ത് കൊടുക്കാം, നമ്മൾ ഒരു ബ്രാൻഡിൻ്റെ പേര് കൊടുക്കുകയാണ്. ഇപ്പോൾ കോമ്പാക്ട് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. അണ്ടർ കമ്പനിയുടെ പേരൊന്നും കൊടുക്കുന്നില്ല. ദെൻ യൂണിറ്റ് നമ്പർ, ഇവിടെ കണ്ടോ സെറ്റ് BOM എന്ന് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് വന്നുള്ളത്, കോൺഫിഗറേഷനിൽ, അതായത് നമ്മൾ ലെഫ്റ്റിൽ പഠിച്ച കോൺഫിഗറേഷൻ ഇവിടെ ഉണ്ടായിരിക്കും. ഏറ്റവും താഴെ കണ്ടോ, അലോ കമ്പണന്റ് ലിസ്റ്റ് ഡീറ്റെയിൽസ്, BOM കണ്ടോ, ബിൽ ഓഫ് മെറ്റീരിയൽ. അതായത് ബിൽ ഓഫ് മെറ്റീരിയൽ ഇവിടെ പറഞ്ഞു കൊടുക്കണം. അതായത് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ആയതുകൊണ്ട് അതിൽ നമ്മൾ യെസ് ആക്കുക. ബാക്കിയുള്ളവരൊക്കെ ഈ BOM വന്നിട്ടുണ്ടെങ്കിൽ അത് നോ തന്നെ ആയിക്കോട്ടെ. റോ മെറ്റീരിയൽസിലെല്ലാം നോ തന്നെ. ഇത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഇത് കേസിൽ എന്ത് ചെയ്യണം, സെറ്റ് കമ്പോണൻസ് BOM എന്നുള്ള എന്ത് ചെയ്യണം, ആയിരിക്കും. പിന്നെ എസ് എന്ന് കൊടുത്തെങ്കിൽ എൻ്റർ അടിച്ച് വരികയല്ല, കോമ്പാക്ട് കമ്പ്യൂട്ടർ, നെയിം ഓഫ് BOM. ഞാനിവിടെ എന്ത് ചെയ്യണം, കോമ്പാക്ട്. BOMൻ്റെ പേര് കോമ്പാക്ട് എന്ന് കൊടുത്തു, കമ്പണന്റ് ഓഫ് ഉണ്ടോ, കോമ്പാക്ട് കമ്പ്യൂട്ടർ, യൂണിറ്റ് ഓഫ് മെഷർ, അതായത് പെർ 1, ഇവിടെ 1 കൊടുക്കുക, യൂണിറ്റ് ഓഫ് മെഷർ. അതായത് ഒരു കമ്പ്യൂട്ടർ, അതായത് കോമ്പാക്ട് കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഐറ്റംസുകൾ എന്തെല്ലാം ഐറ്റംസ് വേണം, 1 TB SSD, ഏത് ഗോഡൗണിലാണ്, ഞാൻ വേറൊരു ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അസംബ്ലിങ് ഡിപ്പാർട്ട്മെന്റ് ഗോഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ 2 വേണം. ഇതാണ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ടില്ല, ഇത് ഓരോന്നും നമ്മൾ പറഞ്ഞു, റാം എത്ര വേണം, അസംബ്ലിങ് ഗോഡൗണിൽ, ഇങ്ങനെല്ലാം 1 by 1 ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ക്യാബിനറ്റ്, സിസ്റ്റം യൂണിറ്റിൻ്റെ ബോക്സ് അല്ലേ, സിസ്റ്റം യൂണിറ്റ് കാലിപ്പെട്ടി, അതാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. 1 മതി.